ഇന്ത്യക്കെതിരെ 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുകൊണ്ട് അധിക പിഴ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1% ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉള്ള സാധ്യതകളാണ് 1% ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. SGX നിഫ്റ്റി 200 പോയിന്റ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. S&P ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും മാർജിനലി പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നെങ്കിലും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള ഒരു പരാമർശവും കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൽ ഉണ്ടായില്ല. കൂടാതെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള ഒരു സൂചനയും ലഭിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. S&P 0.1%, നാസ്ഡാക്ക് 0.2%, ഡോ ജോൺസ് 0.4% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിലും വോളറ്റിലിറ്റി പ്രകടമാണ്. ജപ്പാന്റെ ഇൻഡെക്സ് 0.4% ഉയർന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കൊറിയൻ ഇൻഡെക്സ് 0.1% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $73 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും 24,750 എന്ന ക്രൂഷ്യൽ സപ്പോർട്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് തന്നെയാണ് നടത്തിയത്. 850 കോടിയുടെ സെല്ലിംഗ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1829 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കോൾ ഇന്ത്യ, ഡാബർ ഇന്ത്യ, ഏഷ്യർ മോട്ടോർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡോക്ടർ ലാൽപത് ലാബ്, മാരുതി സുസുക്കി ഇന്ത്യ, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, വേദാന്ത, അദാനി എൻ്റർപ്രൈസസ്, അംബുജ സിമെൻറ്റ്, TVS മോട്ടോർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. ഈ സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ചില കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ആ സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 25% വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് 32% വർദ്ധിച്ച് 2,612 കോടിയിൽ നിന്നും 3,449 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ 17% വർദ്ധിച്ച് 4,116 കോടിയിൽ നിന്നും 4,795 കോടിയിലേക്ക് എത്തി. ക്യാംസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞപ്പോൾ റവന്യൂ 0.5% ഇടിയുകയും എബിറ്റ 3% ഇടിയുകയും എബിറ്റ മാർജിൻ 44% നിന്നും 43% ഇടിയുകയും ചെയ്തു. ഇൻഡിഗോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 2,727 നിന്നും 2,176 എത്തി. കമ്പനിയുടെ മാർജിൻ 30% നിന്നും 28% ഇടിഞ്ഞപ്പോൾ റവന്യൂ 4% വർദ്ധിച്ച് 19,571 നിന്നും 20,436 കോടിയിലേക്ക് എത്തി. നവീൻ ഫ്ലൂറൈനിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 129% വർദ്ധിച്ച് 51 കോടിയിൽ നിന്നും 117 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 38% വർദ്ധിച്ച് 523 കോടിയിൽ നിന്നും 725 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 19% നിന്നും 28% ഇംപ്രൂവ് ആവുകയും ചെയ്തു. റിലാക്സോ ഫുഡ് വെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് 10% വർദ്ധിച്ചെങ്കിലും റവന്യൂ 12% ഇടിഞ്ഞിട്ടുണ്ട്. മാർജിൻ 13% നിന്നും 15% ഇംപ്രൂവ് ആയപ്പോൾ 44 കോടിയിൽ നിന്നും 48 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ കമ്പനിയുടെ റവന്യൂ 748 കോടിയിൽ നിന്നും 654 കോടിയിലേക്ക് ഇടിഞ്ഞു. V2 റീറ്റെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 52% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 51% വർദ്ധിച്ച് 16 കോടിയിൽ നിന്നും 24 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 57% വർദ്ധിച്ച് 55 കോടിയിൽ നിന്നും 84 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കെയ്ൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 33% വർദ്ധിച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ചു. 51 കോടിയിൽ നിന്നും 74 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. കൂടാതെ കമ്പനിയുടെ എബിറ്റ 81 കോടിയിൽ നിന്നും 190 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ് ഇറ്റലിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ തന്നെ ഒരു ലീഡിംഗ് കൊമേഴ്സ്യൽ വെഹിക്കിൾ കമ്പനിയായ ഇവ്കോ ഗ്രൂപ്പിനെ അക്വയർ ചെയ്ത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിലെ ബിസിനസ് മാർക്കറ്റ് ലീഡറായി മാറാൻ ശ്രമിക്കുകയാണ്. ഏകദേശം 33,360 കോടി രൂപയ്ക്കാണ് ടാറ്റ മോട്ടോഴ്സ് ഇവ്കോ SPA എന്ന ഇറ്റാലിയൻ കമ്പനിയെ അക്വയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഭാരത് ഫോർജ് എന്ന കമ്പനി എയറോസ്പേസ് ആപ്ലിക്കേഷന് വേണ്ടി പുതിയൊരു സബ്സിഡറി കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന കമ്പനിക്ക് റോക്കറ്റ് മോട്ടോർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 22 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ക്ലീൻ സയൻസ് എന്ന കമ്പനി ക്ലീൻ ഫിനോകെം എന്ന കമ്പനിയിൽ 70 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. റിലയൻസ് ജിയോ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജിയോയുടെ പ്രൊമോട്ടേഴ്സ് 15,825 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. IRFC എന്ന കമ്പനിക്ക്
സുമിതമോ മിറ്റ്സി ബാങ്കിംഗ് കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും $300 മില്യൺ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് അവാർഡ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വാരി റിന്യൂവബിൾ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. EPC കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഏകദേശം 2012 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഗ്രൗണ്ട് മൗണ്ട് സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ വാരി റിന്യൂവബിൾ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്